ഈ പിണറായി വിജയൻ്റെ വീട്ടിലെ ഇ ഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ ഇതുവരെ 18 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. പലരെയും വീട്ടിൽ നിരന്തരമായി പോലീസ് എത്തുന്നുണ്ട് എന്നാണ് കേട്ടത്. ഇനി മുങ്ങി നടക്കുന്ന പലരെയും വീടുകളിൽ. അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ ഇപ്പം കീഴടങ്ങാൻ എത്തിയത്. ചിലർ പോയി കീഴടങ്ങി. വേറെ മാറി ഇരുന്നിട്ട് കാര്യമില്ല, ഇത് അനിവാര്യമായ വിധിയാണ്. അതെ. പക്ഷേ സഖാക്കൾ മൊത്തം നടുങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴാണ് തിരിച്ചറിവ് വന്നിരിക്കുക, കളിച്ചത് ഇ ഡിയോടാണ്, പണി പാളി. കേന്ദ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഏജൻസിയോടാണ് കളിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് പറഞ്ഞ് ഓർക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ബംഗാളിൽ ഒരു തൃണമൂൽ നേതാവുണ്ട്, ഷാജഹാൻ ഷെയ്ഖോ, ഷെയ്ഖ് ഷാജഹാൻ. ആള് കില്ലാടിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ എന്തായിരുന്നു അവിടുത്തെ പരിപാടി? അവിടുത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. പുള്ളി പൈസ ഉണ്ടാക്കുക മാത്രമല്ല, ഇയാൾ മഹാവൃത്തിയോട്ടാണ് സ്ത്രീകളെ റേപ്പ് ചെയ്യുക എന്നുള്ളത് ഇയാളുടെ ഒരു പ്രധാന ഹോബിയായിരുന്നു. അപ്പോൾ അങ്ങനെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുക. ആരും ഇയാളെ ചോദ്യം ചെയ്യില്ല, കാരണം അയാൾ നമ്മൾ സിനിമയിലെ കാണും പോലത്തെ ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെ ഇയാളെ വീട്ടിലെ റെയ്ഡ് എന്നപ്പോഴാണ് ഇയാൾ ആക്രമിച്ചത്. പക്ഷേ അവർ വിട്ടില്ല, ഇയാളെ അങ്ങ് പൊക്കി വണ്ടി അടിച്ച് പൊട്ടിച്ച്. നമ്മൾ കണ്ടാണല്ലോ, നമ്മളെല്ലാം വലിയ വാർത്തയായിരുന്നാണല്ലോ. 2024-23 അവസാനമാണ്, 24 ജനുവരിയിൽ ഇയാളെ അങ്ങ് പൊക്കി. ഇപ്പോഴും ആശാൻ ഗോതമ്പുണ്ട നിന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജാമ്യം കിട്ടുന്നില്ല. എത്രയോ തവണ കൽക്കട്ട ഹൈക്കോടതിയിലൊക്കെ സമീപിച്ചു, ജാമ്യമില്ല ഇയാൾക്ക്. അത് വലിയ വകുപ്പുകളാണ്. ഈ കേന്ദ്ര സേനയൊക്കെ ആക്രമിക്കണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇത്ര ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ചാൽ വലിയ വകുപ്പനുസരിച്ചാണ് കേസ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഷാജഹാൻ ഈ 2024 ജനുവരിയിൽ അകത്തായ ആൾ 2026 ഇപ്പോൾ ഇവിടെ ജൂൺ ആവാൻ പോകുന്നു, 1.5 വർഷമാകാൻ പോകുന്നു. 2.5 വർഷമായി 2.5 വർഷം അകത്ത് കിടക്കുകയാണ്. ഇയാൾ MLA ആയിരുന്നു. ഇയാൾ MLA ആയിരുന്നു, അവിടുത്തെ വലിയ പ്രതാപിയായിരുന്നു. ഇയാൾ തൃണമൂലിൻ്റെ വലിയ നേതാവായിരുന്നു, വലിയൊരു ദാത. അതെ. അപ്പം അതിനിടയ്ക്ക് വേറൊരു കുഴപ്പം സംഭവിച്ചു, ഇയാളെ പാർട്ടിയിൽ നിന്ന് അവരങ്ങ് പുറത്തു. നമുക്ക് തൽക്കാലം തടി രക്ഷിക്കണമല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവിടെയാണ് പ്രശ്നം. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ല, അവരെ എടുത്തൊക്കെ ദൂരെ കളഞ്ഞു. ഇവിടെ ചിലപ്പോൾ സംഭവിക്കും. അതെ, ഇവരെ തള്ളിപ്പറയും പാർട്ടി, അത് പറയും ഇത് ഗുണ്ടകളാണ് ഞങ്ങൾക്ക് ഇത്. പക്ഷെ പിന്നെ ഒരു കുഴപ്പമുണ്ട്, അത് തള്ളി പറയാതിരിക്കാനുള്ള പണി ബിനീഷ് കോടിയേരിയും പാർട്ടിയും ചെയ്തിട്ടുണ്ട്. അതെ. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവൻ്റെയും ഈ സഖാക്കന്മാർ ഈ മറ്റേ റെഡ് സല്യൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ വരി അങ്ങ് പോസ്റ്റ് ചെയ്തു. തീരെ സഖാവിന് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് മുഴുവൻ അങ്ങ് പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ യുവമാരെ തള്ളി പറയാൻ പറ്റും. ഇതും പണിയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ്, സ്നേഹം കൊണ്ടായിരിക്കില്ല, ഇവനെ പിടിക്കണമെങ്കിൽ പിടിച്ചോട്ടെ എന്നുള്ള കണക്കാക്കി. ഈ 18 പേരാണ് നിലവിൽ ഇതുവരെ അകത്തായിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ 18 എണ്ണവും വിചാരിച്ചിരിക്കുന്നത് ഇവിടൊക്കെ കിടക്കാം എന്നുള്ളതാണ്. എവിടെ, പൂജപ്പുരയിലോ അല്ലെ നമ്മുടെ കേരളത്തിലെ ജയിലിലോ കണ്ണൂരൊക്കെ പോയപ്പോൾ നമ്മുടെ സാമ്രാജ്യമാണല്ലോ. നമ്മുടെ കാമുകിവരെയും ഭാര്യയെ കുറിച്ച് താമസിപ്പിക്കാം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, സുഖമായിട്ട് ജീവിക്കാമെന്ന് അവർ കരുതും. പക്ഷേ അങ്ങനെ കിടക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കേന്ദ്ര ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷൻ ഓൾ ഓഫ് ഇന്ത്യയാണ്. അതെ, ഇന്ത്യയിൽ എവിടെ അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതനുസരിച്ച് UP കൊണ്ട് ഈ കേസിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ഇവന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് UP ജയിലിലിടും. മാത്രമല്ല ഇവരുടെ കേന്ദ്ര ഏജൻസികളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് കൂടിയ വകുപ്പുകളും ഉണ്ട്. ഇവരെ മറ്റ് കേരളത്തിലെ ഇതുപോലെയല്ല, കൂടിയ വകുപ്പുകളാണ് അതിനകത്ത് വരാൻ പോകുന്നത്. അതിനകത്ത് അവർക്ക് ദേശസുരക്ഷയെ ബാധിക്കുന്ന വകുപ്പുകൾ വരെ അവർ അതിനകത്ത് കയറ്റിയതിന് ശേഷം ഇവരെ അതനുസരിച്ച് ആ വകുപ്പുകൾ ഇട്ടത് പ്രകാരം എന്തു വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഈ പിടിച്ചോണ്ട് പോയവരെയൊക്കെ വീട്ടുകാരാകെ അമ്പരപ്പിലാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് വക്കീലിനെ വെച്ചിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇനി ചില പാർട്ടി വക്കീലിനെ വയ്ക്കുമായിരിക്കും, കാരണം പാർട്ടി ആയതുകൊണ്ട് വയ്ക്കുമായിരിക്കും. എങ്കിൽ പോലും വക്കീൽ വെച്ചിട്ട് കാര്യമില്ല. നിയമം കർശനമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെല്ലാത്തേക്ക് പോകേണ്ടി വരും. അവിടെയാണ് ഇതിൽ രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ ഒരു വലിയൊരു തരംഗമാണ്. കാരണം ഇപ്പോൾ ഈ കേസിൽ പിടിച്ചുകൊണ്ട് പോയവർ, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ SFI സംഘടനത്തിൽപ്പെട്ടവർ, ഇവരൊക്കെ തന്നെ സാധാരണക്കാരുടെ മക്കളാണ്. ആരും നേതാക്കളെ മക്കളെ കൂട്ടത്തിലില്ല. ഈ ഒരു നേതാവിൻ്റെ മക്കളെ കൂട്ടത്തിലില്ല, നേതാക്കന്മാരുടെയൊക്കെ മക്കൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ശിവൻകുട്ടിയുടെ മോൻ പഠിച്ച സിംഗപ്പൂരിലാണെന്ന് വരെ തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ അവർ പുറത്തു വിടുന്നുണ്ട്. ഇത് പാർട്ടിക്കാർ തന്നെ ആയിരിക്കാം. ഓരോ നേതാവിൻ്റെ മക്കൾ പഠിച്ചവിടെ, ബിനോയ് മക്കൾ പഠിച്ച ഏത് രാജ്യത്താണ്, എങ്ങനെയെല്ലാം വരികയും അവരെല്ലാം വളരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇപ്പോൾ സുഖമായി നല്ല ഉയർന്ന ജോലിയും വാങ്ങിച്ച് ലക്ഷങ്ങൾ മാസം ശമ്പളമൊക്കെ വാങ്ങിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കും. ഈ പാവപ്പെട്ടവൻ്റെ സാറിന് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നവനെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കോളേജ് പഠിക്കുന്ന അവിടുത്തെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്ന് SFI നിർത്തി ഇതുപോലെ തല്ലുകൊള്ളാനും കൊല്ലാനും ഒക്കെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പിതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു പയ്യൻ, അയാൾ കഴിഞ്ഞ ദിവസം ഈ SFI സമരത്തിന് പോയിട്ട് ജയിലിലാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചാണ്, റഹീമിൻ്റെ മാർച്ച്. അതെ, അതിന് പോയിട്ട് ജയിലിലാണ്. എന്നിട്ട് അയാളുടെ അപ്പൻ, അത് ഇവിടെയാണോ അതോ വടക്കൻ ജില്ലകളിലാണോ എവിടെയോ എന്തോ SFI മാർച്ചിനിടെ എന്തോ വിഷയം ഉണ്ടായിട്ട് എഴുതിയിരിക്കുക, ഈ പെരുന്നാളിന് ആദ്യമായിട്ട് എൻ്റെ മകൻ എൻ്റെ കൂടിയില്ല. പക്ഷെ എനിക്ക് അവനെ ഓർത്ത് അഭിമാനമുണ്ട്, അവൻ ജയിലില്ല. എന്തിനാണെന്നറിയില്ല, SFI സമരത്തിന് പോയന.
ഇങ്ങനത്തെ അച്ഛന്മാർ ഇന്നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല, അത് മോൻ അങ്ങ് ജയിലിൽ പോയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിന് പോയ, അപ്പോൾ അതിനാണ് ഈ കമന്റ് വരുന്നുണ്ട്, അവൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് പോയതാണ്. തീർച്ചയായും അവനെ ഈ അപ്പനെ അഭിനന്ദിക്കുക തന്നെ വേണം. അവൻ ഭഗത് സിംഗിൻ്റെ, ചന്ദ്രശേഖർ ആസാദിൻ്റെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ പരമ്പരപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ അച്ഛന് കുഴപ്പമില്ല. പക്ഷേ 1-2 വർഷം കിടക്കുകയും നാളെ ഇവനൊരു ജോലി പോലും കിട്ടാൻ വകയില്ലാത്ത രീതിയിൽ ഇവൻ്റെ കരിയർ അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതം മാറുകയും ചെയ്ത് ക്രിമിനൽ കേസ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെടും. അന്ന് ഈ അച്ഛൻ തന്നെ തിരിച്ചു പറയും. അപ്പം പാർട്ടിക്കാർ ഇപ്പം മുഷ്ടി ഉരുട്ടി ലാൽ സലാം സഖാവേ എന്ന് കൂടെ നിൽക്കുമല്ലോ. അതാണല്ലോ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. എന്താണെങ്കിലും ഈ കേസ് അങ്ങനെയല്ല. ED സംഘത്തെ ആക്രമിച്ച കേസ് വളരെ ഗൗരവതരമായിട്ട് പോകും. കേന്ദ്രം കർശന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം കൊടുക്കുകയാണെന്ന് കരുതുക. ഇതിനകത്ത് കൊടുക്കണമല്ലോ, അവരെ മാതൃക കാണിക്കണം. ഇനി അന്തർധാരയുടെ പ്രസക്തിയില്ല അവിടെ. അതാ അവരിനെ വളരെ ശക്തമായ തോതിലുള്ള നിലപാടെടുക്കുകയും ഇവരെയൊക്കെ തൂക്കിയെടുത്തുണ്ടെങ്കിൽ പോവുകയും ചെയ്താൽ. പണ്ട് ഇവിടെ NIA പിടിച്ചോണ്ട് പോയ കുറേ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടല്ലോ, അവർ പിന്നെ തിരിച്ചു എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, അവർ വീട്ടുകാരെ പോലും അറിയില്ല. അപ്പോൾ അതുപോലെ ഇവരെ പിടിച്ചോണ്ട് എവിടെയും കൊണ്ടൊന്നും കിട്ടാൽ ബേബി സാഹബന് 54 കിലോമീറ്റർ അപ്പുറത്ത് ബസ് ഇറക്കി വിട്ട് ഇനി പോയിക്കൊള്ളാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഈ ചോര കൊടുത്തും നീര് കൊടുത്തും സംരക്ഷിക്കും. പിന്നെ ഇന്നലെ ഈ സമരത്തിന്റെ അവിടെ കേട്ട ഒരു വലിയ രസകരമായ മുദ്രാവാക്യമാണ്. CP വെട്ടിയ നാടാണ് എന്ന് ഒരു നേതാവ് വിളിച്ചു. CP ആരാ KP ആരാന്ന് ഇവന്മാർക്ക് അറിയാം. ഇവന്മാരെ ഏറ്റു വിളിക്കുക TP വെട്ടിയ നാടാണ്. അത് സത്യമാണല്ലോ. TP 51 പിന്നെ CP വെട്ടിയ നാടെന്നൊക്കെ പറയാം. CP വെട്ടിയത് ഇവരും തമ്മിൽ ഒരു ബന്ധം ഇല്ല. അത് KCS മണി എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് RSP കാരനായിരുന്നു. അതാണ് അതേ RSP കാരൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വൈക്കം CS മണി അല്ലേ അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചിട്ടുള്ളതാണ്. അത് വായിക്കുമ്പോൾ ഇദ്ദേഹം ഈ CP വെട്ടാൻ പോകുന്നതിന്റെ തയ്യാറെടുപ്പും അന്നായാലും ചത്തുവന് ഈ കഴുത്തിൽ ഒരു ഇതുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. ഷോൾ ഉണ്ടായിരുന്നു. ആ ഷോൾ ഉണ്ടായി. പക്ഷെ ഈ വെട്ടുന്നതിനിടയ്ക്കാണ് ഇയാളുടെ ചെവിയേറ്റു. അപ്പം ഇവിടെ മൂക്കറ്റു പോയത്. അപ്പം ഇവിടെ നമ്മുടെ ഈ എവിടെ ഇദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടല്ലേ, പ്രതീകാത്മകമായ ഒരു പ്രതിമയാണ്. മണിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, CP വെട്ടിയ വൈക്കം CS മണി എന്ന് പറഞ്ഞു. അല്ല, ഈ മാത്രമല്ല, അത് വളരെ കാര്യം, പലരും CP വെട്ടിയതിന് ശേഷം ഞാനാണ് വെട്ടിയതെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ്. കാരണം ഇത് ആദ്യം തന്നെ പേര് വെളി വന്നിട്ടില്ലായിരുന്നു. ഇല്ല, അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു. ഇവന്മാർ അന്ന് CPയുടെ കാലമല്ലേ. പക്ഷെ CP സ്ഥലം വിട്ടു. CP വിരണ്ടുപോയി. CP അങ്ങനെയാണ് കേരളം രക്ഷപ്പെട്ടത്. അതെ, ആ CP വെട്ടിയ സംഭവം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തമ്മിൽ ഒരു ബന്ധമില്ല. അതെ, CP വെട്ടിയ നാടാണേ എന്ന് വിളിച്ചോളിക്കാണ് നേതാവ്. അപ്പോൾ ഇതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണികൾ വിളിക്കുകയാണ് TP വെട്ടിയ നാടാണ്. അവർക്ക് TP അറിയത്തുള്ളൂ. TP വെട്ടിയ കഥ അവർക്ക് അറിയില്ല. സാർ CP അറിയില്ല, വൈക്കം മണിയെ അറിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെ, CP കുറിച്ചും സാർ CP എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ശരിക്കും ആധുനിക തിരുവിതാംകൂറിൽ വലിയൊരു പ്രധാനപ്പെട്ട അതിൻ്റെ വികസനത്തിന് പങ്കുവച്ച ആൾ തന്നെയാണ് സാർ CP. ഒരു രസകരമായ കാര്യം എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവം. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ സംവിധായകൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, ഒരു ബയോപിക് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. സിനിമ അപ്പോൾ ഒരു കഥ എടുത്താൽ കൊള്ളാം, ആരെങ്കിലും ഒരാളുടെ നല്ല പേര് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സാർ CPയുടെ ബയോപിക് ഗംഭീരമായിരിക്കും. അയാളുടെ മറുപടി, നിങ്ങളുടെ നാട്ടിൽ അയാളെന്ന് മന്ത്രം കണ്ട ഒരാളല്ലേ എന്നാണ്. അയാൾ അങ്ങനെ പേരോടെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇയാളെ ഇതിന് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമില്ല. സാർ CP ആരാണെന്ന് അറിയാൻ പാടില്ലാത്തവരത്തിൻ്റെ അടുത്തുള്ളത് നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പല സാംസ്കാരിക നായന്മാരുടെയും വിജ്ഞാനം. അപ്പോൾ ഈ പിള്ളേരെ സഭയിലെ പിള്ളേരായത് ഒട്ടും പറയാൻ പാടില്ല. അവർക്കൊന്നും അറിയില്ല. അതാണ് അവർക്ക് സഹാബനം മുതലാകെ വിളിക്കുക മാത്രമേ ഉള്ളൂ, മുഷ്ടി കിട്ടുക. എന്തായാലും ഈ 18 പേരെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അടുത്ത പ്രത്യേക വിമാനത്തിൽ എല്ലാത്തിനെയും തൂക്കി അകത്ത് അങ്ങ് കൊണ്ടുപോയാൽ തീർന്നു. പക്ഷേ ഒരു തവണയിലും കൊണ്ടുപോകണം. ഈ തവണയിലും ഇവന്മാരെ എല്ലാം തൂക്കിയെടുത്തോണ്ട് മേലിൽ ഇമാതിരി തോന്നിവാസങ്ങൾക്ക് ഒരുത്തനും മുതിരരുത്. അല്ല, അതൊരു മാതൃകയാണല്ലോ. കേന്ദ്ര ഏജൻസിൻ്റെ ആരാണെങ്കിലും നിയമപരമായ ഒരു നടപടിക്ക് വരുമ്പോൾ തടയുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ റെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആക്രമിക്കാൻ വന്നു, നമ്മൾ തന്നു കൊടുത്തു, നമ്മൾ അവർ റെയ്ഡ് ചെയ്തിട്ട് പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ സർക്കാരിൻ്റെ ഒരു കാര്യത്തിൽ അന്വേഷണത്തിന് വരുമ്പോൾ നമ്മൾ നിൽക്കുക. അത് നമ്മൾ അടിസ്ഥാനപരമായി ED എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാനമായ രീതിയിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ചാണ് NIA രൂപീകരിച്ചിട്ടുള്ളത്. ഇനി കള്ളക്കേസാണെന്ന് തന്നെ കരുതുക. അതാണെങ്കിലും നമ്മൾ അനുസരിച്ചേ പറ്റും. മറുനാടൻ മലയാളിക്കെടുത്ത് മുഴുവൻ കള്ളക്കേസാണ്. ഒരൊറ്റ ജെന്യുവിൻ കേസ് പോലും ഇല്ല, മൊത്തം കള്ളക്കേസ്. അങ്ങനെ ഉണ്ട്. കള്ളക്കേസാണെന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കാൻ നിൽക്കണം, അല്ലെ നമ്മൾ ആളിനെ ഇറക്കണം. നമ്മൾ കോടതിയിൽ പോയി. അതെ, നമ്മൾ കോടതിയിൽ പോയി, നമ്മൾ അന്വേഷണം നേരിട്ടു, നമ്മൾ കോടതിയിൽ പോയി, കോടതിക്ക് ബോധ്യമായി. പക്ഷേ ഈ ബോധ്യം പിണറായി വിജയനും മകൾക്കും എന്തേ ഇല്ലാത്തത്? ഇവരെന്തുകൊണ്ട് ഈ അണികളോട് പറയുന്നില്ല, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല,
ഞങ്ങൾ മാത്രം അനുഭവിക്കാനുള്ള കാര്യമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളിനെ ഇറങ്ങിയല്ലേ പുള്ളി പറഞ്ഞത്. നമ്മളങ്ങ് ഇറങ്ങാണ്. എന്തിനാ ഇങ്ങനെ ഒന്ന് പറഞ്ഞാണ് ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ ഇറങ്ങിപ്പോയി. അതുപോലെ ഏതായാലും നമ്മൾ സന്ദേശത്തിലെ പൊതുവാൾ മണ്ഡലം പ്രസിഡന്റിനെ പോലെ എന്നെ ജീവൻ രക്ഷിക്കൂ, എന്നെ മോളെ രക്ഷിക്കൂ എന്ന് ആക്രോശിക്കുക. നിങ്ങളുടെ ജീവൻ കൊടുത്ത് നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് രക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഏതാണ്ട് പിണറായി വിജയനും മോക്കും പേടിക്കാതെ ഇരിക്കാം. ആയിരക്കണക്കിന് റെഡ് വോളണ്ടിയേഴ്സ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുണ്ട്. പക്ഷേ ഈ വോളണ്ടിയേഴ്സിന്റെ വേലയും കൂലിയും വീട്ടുകാരും നോക്കും. അവർ ജയിലിൽ മറ്റുള്ള തിഹാർ ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ ആരവരെ വീട്ടിൽ പിന്നെ ചെലവിടത്തുന്നുള്ള കാര്യം കൂടെ അന്വേഷിച്ചു. ഈ ഇനിയെങ്കിൽ ഓർത്തോളുക, കമ്മി കുഞ്ഞുങ്ങൾ സമരത്തിന് പോകുന്നവർ, ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ബംഗാളിലെ തൃണമൂൽ നേതാവിൻ്റെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.